units and measurement. The topic covered in this lesson are the international system of units, measurement of length, measurement of mass, measurement of time, accuracy, precision of instruments and errors in measurement, significant figures, dimensions of physical quantities, dimensional formula and dimensional equations, dimensional analysis and its applications. Okay, part 1, the international system of units. ഇത് ഞാൻ ആമസോണിൽ നിന്ന്, അതായത് നമ്മുടെ ഇന്റർനെറ്റ് വഴി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഷൂ ആണ്. അപ്പോൾ ഈ ഷൂ ഈ ലാപ്ടോപ്പിൽ കാണുമ്പോൾ വലുതാണ്, പക്ഷെ എൻ്റെ സൈസിന് പറ്റിയത് വേണ്ടേ. അപ്പോൾ സപ്പോസ് യു വാണ്ട് ടു ബൈ എ ഷൂ ത്രൂ ഇന്റർനെറ്റ്. അങ്ങനെ ഇന്റർനെറ്റ് നോക്കിയപ്പോൾ 2249 രൂപയുടെ ഇപ്പോൾ 1079 രൂപ ഉള്ളൂ, ഫ്രീ ഡെലിവറിയാണ്, 2 ലെഫ്റ്റ് ഉള്ളൂ, സ്റ്റോക്ക് വേഗം വാങ്ങിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ സൈസ് നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് 10, 6, 7, 8, 9. ഇത് എന്തായിരിക്കും? 8 ഇഞ്ചാണോ 8 സെന്റിമീറ്റർ ആണോ എന്താണെന്നറിയില്ല. ഇതെനിക്ക് ചേരുമോ? ഞാൻ എങ്ങനെ അറിയും? അതിനിവിടെ സൈസ് ചാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. കിട്ടിയോ? ഇപ്പം നമ്മുടെ പ്രശ്നം എവിടെയാണ്? നമ്മുടെ സൈസ്, ഈ ഷൂവിൻ്റെ സൈസാണ് പ്രശ്നം. നമ്മൾ തൂക്കം നോക്കിയല്ല വാങ്ങിക്കണം, സൈസാണ് നോക്കണം. അപ്പോൾ സൈസ് ചാർട്ടിൽ മെഷറിംഗ് ഗൈഡ് ഉണ്ട്, ഹൗ ടു മെഷർ യുവർ സെൽഫ്. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെക്ഷൻ വരും, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ നിങ്ങളുടെ ഇത് അളക്കേണ്ടത്. നിങ്ങൾ കാലൊരു പേപ്പറിൽ വയ്ക്കുക, എന്നിട്ട് ഈ തന്തവിരലുണ്ടോ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ദൂരം അളക്കുക. അതാണ് ഫൂട്ട് സൈസ് എന്ന് പറയുന്നത്. കിട്ടിയോ? ഇങ്ങനെ അളക്കാനൊരു ഓപ്ഷൻ നമുക്ക് തരുന്നുണ്ട്. അത് അളന്ന് കഴിഞ്ഞിട്ട് സെന്റിമീറ്റർ അളക്കാനാണ് നമ്മൾ പറയുന്നത്. കണ്ടോ? മെഷർ സെന്റിമീറ്റേഴ്സ്. ഓക്കെ, ക്ലിയർ. So place your foot on a white blank sheet of paper. Make markings at your longest toe, അതായത് ഇവിടെ ഈ വലിയത്, and at the back side of your feet ഇവിടെ. മെഷർ ഒരു വേർഡ് ഉണ്ട് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. മെഷർ, നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ? യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്. മെഷർ ബ്രാക്കറ്റിൽ സെന്റിമീറ്ററിൽ. ലെങ്ത് നമുക്ക് ആവശ്യമുണ്ട്. ലെങ്ത് ഓഫ് യുവർ ഫുട്ട് ബിറ്റ്വീൻ ദീസ് ടു മാർക്കിങ്സ്. ഓക്കെ, then compare എന്ന വാക്ക് നമുക്ക് ആവശ്യമുണ്ട്. this value to our size chart to know your shoe size. ഈ പറഞ്ഞ വേർഡുകളൊക്കെ പിന്നീട് ആവശ്യമായിട്ട് വരും. ഓക്കെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് നിങ്ങൾ പേപ്പറിൽ നിങ്ങളുടെ കാല് വയ്ക്കുക, ഇവിടെ മാർക്ക് ചെയ്യുക, അത് സെന്റിമീറ്റർ അളക്കുക, എന്നിട്ട് പോയിട്ട് സൈസ് ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുക. ദിസ് ഈസ് എ സൈസ് ചാർട്ട്. നിങ്ങൾ സൈസ് ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അളവ് 23.9 ആണെങ്കിൽ 5, USA ആണെങ്കിൽ 6, അതിൻ്റെ ഇഞ്ചിലാണെങ്കിൽ 9.4. ഇനി നിങ്ങൾക്ക് കിട്ടിയ സെന്റിമീറ്റർ 24.5 ആണെങ്കിൽ 5.5, 6.5, ഫൂട്ട് ലെങ്ത് എത്രയാണ്? 9. അതായത് നമ്മൾ ഈ USA ഇതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ UK ഓർ ഇന്ത്യ, ഈ നമ്പറാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ആ നമ്പർ എത്ര സെന്റിമീറ്റർ ആണെന്ന് നമ്മൾ ഈ ടേബിൾ നോക്കിയാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ. ഹിയർ ദ ലെങ്ത്, നമ്മൾ എന്താ ചെയ്തത്? ഷൂവിൻ്റെ ലെങ്ത് ആണ് മെഷർ ചെയ്തത്. ഓക്കെ, ലെങ്ത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, നീളം എന്ന് പറയുന്നത്. അത് നമ്മൾ സെന്റിമീറ്ററിലാണ് മെഷർ ചെയ്തത്. എങ്ങനെയാണ്? സെന്റിമീറ്ററിൽ നമ്മൾ മെഷർ ചെയ്തപ്പോൾ സപ്പോസ് നമുക്ക് 23.9 കിട്ടി. ഇഞ്ചിലാണെങ്കിൽ നമുക്ക് 9.4. അപ്പോൾ ഇഞ്ചിലും നമ്മൾ മെഷർ ചെയ്യാൻ പറ്റും. അതായത് സെന്റിമീറ്റർ ഇഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്തു. അതായത് നിങ്ങൾ സെന്റിമീറ്ററിലാണ് മെഷർ ചെയ്തെങ്കിൽ ആ സെന്റിമീറ്ററിന് തുല്യമായ ഇഞ്ച് ഏതാണെന്ന് നമുക്ക് ഇതിനകത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ സെന്റിമീറ്ററിൽ 23.9 എന്ന് പറയുന്നത് ഇഞ്ചിലാവുമ്പോൾ എത്രയാവും? 9.4 ആവും. കിട്ടിയോ? ക്ലിയർ. ഇത് എന്തിനാണ് നിങ്ങൾ അളന്നതെന്ന് വെച്ചാൽ ലെങ്ത് അറിയാനാണ്. ഓക്കെ, അപ്പോൾ ലെങ്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എഴുതിക്കണോ? എന്താണ് ഈ ലെങ്ത്? ലെങ്ത് ഈസ് നോൺ ആസ് ക്വാണ്ടിറ്റി. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ദെൻ ഇവിടെ നോക്കിയാൽ സെന്റിമീറ്റർ ഉണ്ട്, ഇഞ്ചസ് ഉണ്ട്. ആൻഡ് സെന്റിമീറ്റർ ആൻഡ് ഇഞ്ചസ് ആർ നോൺ ആസ് യൂണിറ്റ്സ്. എന്താണ്? യൂണിറ്റ്സ്. ഓക്കെ, ഇവിടെ 23.9 സെന്റിമീറ്ററും 9.4 ഇഞ്ചും ഉണ്ട് അല്ലേ? അപ്പോൾ 23.9ഉം 9.4 ഇഞ്ചിന് നമുക്ക് എന്ത് വിളിക്കാം? നമ്പേഴ്സ്. വെറും സംഖ്യകളാണ് അവർ, വേറൊന്നുമല്ല. ഈ നമ്പേഴ്സ് ഇങ്ങനെ വെറുതെ എഴുതിയാൽ നമുക്കൊന്നും പറയാനില്ല, ഒരു സംഖ്യ. പക്ഷെ അതിൻ്റെ കൂടെ ഒരു സെന്റിമീറ്ററോ ഒരു ഇഞ്ചസോ ചേർത്ത് എഴുതിയാലോ then it become എന്താണ്? യൂണിറ്റ്സ് ആവും അല്ലേ? നമുക്കപ്പോൾ ഒരു അളവ് കിട്ടും, എത്ര സെന്റിമീറ്റർ ഉണ്ടെന്ന്. ഹിയർ ദ ലെങ്ത് ഈസ് നോൺ ആസ് ദി ക്വാണ്ടിറ്റി. ഓക്കെ, ക്ലിയർ. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ് സാറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നോക്കാം നമുക്ക്. ക്വാണ്ടിറ്റി
numbers. Quantity numbers. നമ്പേഴ്സിന്റെ രൂപത്തിൽ എഴുതാൻ പറ്റുന്നത് എന്തിനേയും നമുക്ക് എന്ത് പറയാം? ക്വാണ്ടിറ്റി എന്ന് പറയാം. എന്താണ് ക്വാണ്ടിറ്റി? ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ്. നമ്പേഴ്സിന്റെ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതിനാണ് ക്വാണ്ടിറ്റി. അപ്പോൾ ലെങ്ത് ഇസ് എ ക്വാണ്ടിറ്റി ബിക്കോസ് നമുക്ക് നമ്പേഴ്സിന്റെ രൂപത്തിൽ 21.9 സെന്റിമീറ്റർ, 9.4 ഇഞ്ച്, അങ്ങനെ ലെങ്തിനെ നമുക്ക് നമ്പറിന്റെ രൂപത്തിൽ എഴുതാനായിട്ട് പറ്റും. ദെൻ ലെങ്ത് ഇസ് എ ക്വാണ്ടിറ്റി. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. സോ ടു അണ്ടർസ്റ്റാൻഡ് ദ സൈസ്, എന്തിനാണ് നമ്മൾ ഈ ലെങ്ത് എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നത്? ടു അണ്ടർസ്റ്റാൻഡ് ദ സൈസ്. നമ്മുടെ ഷൂവിന്റെ സൈസ് എത്രയാണ്? വി മെഷർ ഇറ്റ്സ് ലെങ്ത്. നമ്മൾ എന്ത് ചെയ്തു? മെഷർ ചെയ്തു. എന്ത്? ലെങ്ത്. എങ്ങനെ? യൂസിങ് എ യൂണിറ്റ് സെന്റിമീറ്റർ ഓർ ഇഞ്ചസ്. നമ്മൾ സെന്റിമീറ്റർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇഞ്ചസ് ഉപയോഗിച്ചോ നമ്മൾ എന്ത് ചെയ്തു? മെഷർ ചെയ്തു. സോ ആൻഡ് വി എക്സ്പ്രസ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ്. നമ്മൾ അതിനെ നമ്പേഴ്സിന്റെ രൂപത്തിൽ എന്താണ്? എക്സ്പ്രസ് ചെയ്തു. കിട്ടിയോ? അപ്പോൾ ഇത് പ്രധാന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, if something expressed in terms of number, then that is known as a quantity and it is known as a physical quantity. Physical quantity. Clear? Here length is a physical quantity because it can be expressed in terms of numbers. Numbers in രൂപത്തിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. Is it clear? Okay? അപ്പോൾ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇസ് എ ക്വാണ്ടിറ്റി. അത് ക്വാണ്ടിറ്റിയാണ്. ഇൻ ഫിസിക്സിൽ ഒരു ക്വാണ്ടിറ്റിയാണ്. ദാറ്റ് ക്യാൻ ബി മെഷർഡ്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അളക്കാൻ പറ്റുന്നതാണ്. ഓർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇസ് എ ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. ദാറ്റ് ക്യാൻ ബി ക്വാണ്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ കൂട്ടിച്ചേർക്കാൻ പറ്റും, നമുക്ക് അളന്നെടുക്കാൻ പറ്റും. മനസ്സിലായോ? ഇറ്റ് ഈസ് വിസിബിൾ. നമുക്ക് ഇത്രയുണ്ട് എന്ന് പറയാൻ പറ്റും. ഓക്കെ. ഇപ്പം നമ്മൾ ബ്യൂട്ടി ഈസ് നോട്ട് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇത്ര കിലോ ബ്യൂട്ടി നമുക്ക് അളക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇസ് എ ക്വാണ്ടിറ്റി ഇൻ ഫിസിക്സ് ദാറ്റ് ക്യാൻ ബി മെഷർഡ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് വരുന്നത്. എന്താണ്? മെഷേർഡ് എന്ന് പറയുന്ന സാധനം. കണ്ടോ? ഓക്കെ. എക്സാമ്പിൾസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ മാസ്, amount of substance, length, time, temperature, electric current, light intensity, force, velocity, density and many others. ഇതിനെക്കുറിച്ചൊക്കെ പിന്നീട് പഠിക്കും. ഓക്കെ. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് സം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നമ്മുടെ ചാപ്റ്റർ എന്തായിരുന്നു? യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് ആണല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്, നമ്പറിന്റെ രൂപത്തിൽ നമുക്ക് രേഖപ്പെടുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ മെഷേർഡ് എന്ന് പറയുന്ന ഒരു ടേം വരികയാണ്. അപ്പോൾ നമ്മൾ എന്താണ് മെഷർമെന്റ് എന്ന് ആദ്യം അറിയണം അല്ലേ? നോക്കാം നമുക്ക്. വാട്ട് ഈസ് മെഷർമെന്റ് മീൻസ്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പെട്ടി വാങ്ങിക്കാൻ പോവുകയാണെന്ന് വിചാരിക്കുക, ശവപ്പെട്ടി. അയ്യോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നിങ്ങൾ ടേപ്പ് എടുത്തിട്ടില്ല, ഒന്നുമില്ല, നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് അറിയണം. അപ്പോൾ അവിടെ ഉള്ള ആൾക്കും ടേപ്പിലൊന്നുമില്ല അവിടെ. അപ്പോൾ ആൾ പറഞ്ഞു ഇവിടെ 1 മീറ്ററിൻ്റെ ഒരു സ്കെയിൽ ഇരിപ്പുണ്ട്. സപ്പോസ് ഇവിടെ ഒരു സ്കെയിലുണ്ട്. അപ്പോൾ ഈ നീളം നിങ്ങൾക്ക് അളക്കണം. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? 1 മീറ്ററിൻ്റെ സ്കെയിലുണ്ട്. ആ സ്കെയിൽ ഇങ്ങനെ വെച്ച് നോക്കി. ഒരു പ്രാവശ്യം വെച്ചു, ഒരു സ്കെയിൽ. വീണ്ടും അവിടെ നിന്ന് ഇവിടെ വെച്ചു, 2, പിന്നെ ഇവിടെ വെച്ചു, 3, പിന്നെ ഒന്നും കൂടി വെച്ച് നോക്കി, 4. അപ്പം 4 സ്കെയിലിന്റെ നീളമാണ് ഈ പറയുന്ന ശവപ്പെട്ടി എന്ന് പറയുന്നത്. മനസ്സിലായി അല്ലേ? അപ്പോൾ ഇവിടെ ഈ ഒരു സ്കെയില് എത്രയുണ്ട്? എത്ര പ്രാവശ്യം വരുന്നത്? എത്ര പ്രാവശ്യം വന്നു? ഇവിടെ നോക്കിയാൽ 1, 2, 3, 4. എത്ര പ്രാവശ്യം വന്നു? ഇൻറ്റു 4. സപ്പോസ് ഒരു സ്കെയിൽ 1 മീറ്റർ ഉണ്ടെങ്കിൽ 1 മീറ്റർ ഇൻറ്റു 4, that is 4 മീറ്റർ. കിട്ടിയോ? മനസ്സിലായോ? ഒന്നുകൂടി പറയാം സാറ്. നമ്മുടെ കയ്യിലുള്ളത് ദ നോൺ വാല്യൂ, നമുക്കറിയാവുന്ന വാല്യൂ ഇത്രയേ ഉള്ളൂ, 1 മീറ്റർ. അപ്പോൾ അതിൻ്റെ ഒരു വടി നമ്മുടെ കയ്യിലുണ്ട്, ഒരു സ്കെയിൽ. അതുപയോഗിച്ച് നമുക്കറിയാൻ പാടില്ലാത്ത അൺനോൺ വാല്യൂ, നീളം നമ്മൾ അളന്നു. എന്നിട്ട് നമ്മൾ എഴുതി വെച്ചു, ഈ 1 മീറ്റർ ഉള്ള ഈ പറയുന്ന ഈ നീളമുള്ള ഈ വടി 4 തവണ വെച്ചാൽ ഇതാവും. ഓക്കെ. അപ്പം 4 ഇൻറ്റു ആ 1 മീറ്ററിന്റെ പേരെന്താണ്? മീറ്റർ. 4 ഇൻറ്റു മീറ്റർ, 4 മീറ്റർ. ഇസ് ഇറ്റ് ക്ലിയർ? സോ 4 മീറ്റർ എഴുതി നമ്മൾ, 4 മീറ്റർ. 1 ഇൻറ്റു 4, 4. ഹിയർ മീറ്റർ, എം, യൂണിറ്റ് ഓഫ് ലെങ്ത്. നീളം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണെന്ത്? മീറ്റർ. ഇവിടെ നമ്മൾ എടുത്തത് ഒരു യൂണിറ്റ് ആണ്. ഓക്കെ. ആൻഡ് ദ 4 ഈസ് നോൺ ആസ് the unit is contained in 4 times in length of the ശവപ്പെട്ടി. ശവപ്പെട്ടിയിലെ പെട്ടിയിലെ അത് പറയുമ്പോൾ ഭയങ്കര ഒരു വല്ലാത്തൊരു എന്തോ പോലെ. അതുകൊണ്ട് പെട്ടിയിലെ 4 തവണയുണ്ട് ആര്? ഈ വടി. ദിസ് യൂണിറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ 4 times. സോ ഈ 4 റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്?
ഈ പറയുന്ന യൂണിറ്റ് എത്ര തവണയുണ്ടെന്ന്. എത്ര തവണയുണ്ട്? 4 തവണയുണ്ട്. സോ നമ്മൾ 4 കഷ്ണങ്ങളാക്കി ടിക് 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 4 കഷ്ണം 1 2 3 4 എല്ലായിടത്തും യൂണിറ്റ് ഉണ്ട്. അപ്പൊ എത്ര യൂണിറ്റ് ഉണ്ട്? 4 യൂണിറ്റ്. കണ്ടോ എത്ര യൂണിറ്റ് ഉണ്ട്? 4 യൂണിറ്റ്. സോ മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന അൺനോൺ ലെങ്ത്, നമുക്കറിയാൻ പാടില്ലാത്ത ലെങ്തിനെ നമുക്കറിയാവുന്ന നോൺ ലെങ്ത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? മെഷർ ചെയ്തു. നമുക്കറിയാവുന്ന നോൺ ലെങ്ത്, നമുക്കറിയാവുന്ന എന്താണ്? നോൺ ലെങ്ത്. ദിസ് ഈസ് നോൺ ലെങ്ത്. നമുക്കറിയാം എന്തിന്റെ? ഇതിന്റെ നീളം നമുക്കറിയാം. അത് 4 തവണയുണ്ട്. നമുക്കറിയാൻ പാടില്ലാത്ത കേസിൽ. ഓക്കെ, നമുക്കറിയാൻ പാടില്ലാത്ത ഒരു വസ്തുവിന്റെ നീളം നമുക്കറിയാവുന്ന ഒരു വസ്തുവിന്റെ നീളം ഉപയോഗിച്ച് നമ്മൾ അളന്നു. എത്ര തവണയുണ്ടെന്ന് അപ്പൊ മനസ്സിലായി? അത് 4 തവണയുണ്ടെന്ന് മനസ്സിലായി. ഈ നോൺ ലെങ്തിനെ നമ്മൾ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഈ അൺനോൺ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ആ യൂണിറ്റ് എന്താണ്? ആ യൂണിറ്റ് ഉപയോഗിച്ച് അളക്കാൻ പറ്റുന്നത്. അപ്പൊ അൺനോൺ ലെങ്തിനെ നമ്മൾ എന്താണ്? നോൺ ലെങ്ത്, നമുക്ക് അറിയാവുന്ന ലെങ്ത് ഉപയോഗിച്ച് അളന്നു. അപ്പൊ 4 തവണ വന്നു. കിട്ടിയോ? ക്ലിയർ? സോ വാട്ട് ഈസ് മെഷർമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മെഷർമെന്റ് ഇസ് ദ കമ്പാരിസൺ ഓഫ് അൺനോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിത്ത് എ നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അൺനോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്? അൺനോൺ, അറിയില്ല. നമുക്ക് ആ പെട്ടിയുടെ നീളം അറിയില്ല. അത് നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്തു? നമുക്കറിയാവുന്ന ഒരു ചെറിയ വടി, 1 മീറ്റർ നീളുന്ന ഒരു വടി, അതുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ 4 തവണ അതുണ്ടെന്ന് മനസ്സിലായി. സോ മെഷർമെന്റ് ഈസ് ദ കമ്പാരിസൺ ഓഫ് അൺനോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിത്ത് എ നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് 1 മീറ്റർ. ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ 1 മീറ്റർ ആണ്. Is it clear? Okay. Then to measure the unknown mass of a substance, we compare it with the known mass called 1 kilogram kg. ഇപ്പോൾ നിങ്ങൾ കടയിൽ ചെന്നിട്ട് പഞ്ചസാര വാങ്ങിച്ചു. അപ്പോൾ 1 കിലോ എടുത്ത് വെച്ചിട്ട് 1 കിലോത്തിന്റെ കട്ടി ആ ചേട്ടൻ എടുത്ത് വെച്ചിട്ടാണ് പഞ്ചസാര ഇടുന്നത്. അപ്പോൾ ആ ചേട്ടൻ്റെ കയ്യിലുള്ളത് 1 കിലോ, അറിയാവുന്നത് നോൺ വാല്യൂ, അത് വെച്ചിട്ട് അറിയാൻ പാടാത്തത് അളന്നു. ഓക്കെ, നമ്മൾ കടയിൽ ചേട്ടാ കുറച്ച് കശുവണ്ടി ഉണ്ട് ചേട്ടാ, തൂക്കിയിട്ട് പൈസ തരും. പണ്ടൊക്കെ ഞാനൊക്കെ കുറെ കശുവണ്ടി പേർക്ക് ഇങ്ങനെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കശുവണ്ടി കൊണ്ട് കൊടുക്കുമ്പോൾ ആ ചേട്ടൻ എന്തെങ്കിലും തൂക്കി വെക്കും. അതെങ്ങനെയാ? അറിയാവുന്ന വാല്യൂ വെച്ചിട്ട് അറിയാൻ പാടാതെ തൂക്കി വെക്കും. നമ്മൾ കടയിൽ പോയി മീൻ വാങ്ങിച്ചു. അപ്പോൾ എന്താ ചെയ്യുക? അവർ മീൻ അങ്ങോട്ട് ഇടും അല്ലേ? നമ്മൾ വെറുതെ ചേട്ടാ ആ കിടക്കുന്ന മീനൊക്കെ മൊത്തം എടുത്തോ എന്ന് പറഞ്ഞാലോ, ആ മീനൊക്കെ മൊത്തം എടുത്ത് വെച്ചിട്ട് അത് തൂക്കി നോക്കും അല്ലേ? എന്ത് വെച്ചിട്ട്? കട്ടി വെച്ചിട്ട്. അതിനകത്ത് 1 കിലോഗ്രാമിനുണ്ട്, 1/2 കിലോത്തിന്റെ ഉണ്ട്, പലതുണ്ട്, 500 ഗ്രാം, പലതുണ്ട്. എനിവേ, മാസ് നമ്മൾ അളക്കുന്നത് കിലോഗ്രാമിലാണ്. അതിന്റെ ചെറിയ യൂണിറ്റ് ആണ് ഗ്രാം എന്ന് പറയുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ അറിയാൻ പാടില്ലാത്തൊരു കാര്യത്തിനെ അറിയാവുന്നൊരു സാധനം വെച്ച് നമ്മൾ അളന്നു. ദാറ്റ്സ് ഓൾ. സപ്പോസ് 2 കിലോഗ്രാം. ഇവിടെ 2 എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ വാല്യൂ, കിലോഗ്രാം എന്താണ്? യൂണിറ്റ്. മനസ്സിലായോ? ഇവിടെ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം 2 കിലോഗ്രാമിൽ 2 എന്താണ്? ന്യൂമറിക്കൽ വാല്യൂ. കിലോഗ്രാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ 2 കിലോഗ്രാം എന്താ സാർ? ഇറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് എന്താണ്? മാഗ്നിറ്റ്യൂഡ് അളവ്. ഇവിടെ 2 കിലോഗ്രാം തെക്കോട്ടാണോ വടക്കോട്ടാണോ നമുക്ക് പറയാൻ പറ്റില്ല. ഡയറക്ഷൻ ഇല്ല, ഓൺലി മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അത് എത്രയുണ്ടെന്ന് പറയുന്നതാണ് മാഗ്നിറ്റ്യൂഡ്. ക്ലിയർ? എന്നാൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റോ അല്ലെങ്കിൽ വെലോസിറ്റിയോ ഒക്കെ പറയുമ്പോൾ അത് ഇന്ന ഡയറക്ഷനിൽ നിന്നും കൂടി നമ്മൾ പറയും. അപ്പോൾ അത് വെക്റ്റർ ക്വാണ്ടിറ്റി ആവും. ഇത് വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല. ഇതെന്താണ്? എന്താണിത്? മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പോൾ നമ്മൾ പറയും മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഓക്കെ, മാസ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഇവിടെ എത്രയാണ്? 2 കിലോഗ്രാം. ഓക്കെ, സപ്പോസ് ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി is represented by letter Q, capital Q, and n is the numerical value of the physical quantity. n എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ വാല്യൂ ആണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ u is the size of the unit. u നമ്മൾ എന്തായിട്ട് കണക്കാക്കണം? യൂണിറ്റിന്റെ സൈസ്. Then the capital Q is equal to n into u. ഇവിടെ നോക്കൂ, n അല്ല ഇവിടെ ആദ്യം കിടക്കുന്നത്, പിന്നീടാണ് u വരുന്നത്. അപ്പോൾ Q is equal to nu. കിട്ടിയോ? ഓക്കെ, ദെൻ എന്തിനാണ് നമ്മളിങ്ങനെ മെഷർ ചെയ്യണത്? അതാണ് നമ്മൾ അറിയേണ്ടത്. നീഡ് ഫോർ മെഷർമെന്റ്. ഒരു എക്സാമ്പിൾ നോക്കാം. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ നോക്കിയേ, സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സ്പീഡ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് അളക്കണം? ഡിസ്റ്റൻസ് അളക്കണം. പിന്നെ എന്തറിയണം? ടൈം. ആ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുത്ത സമയം. അപ്പോൾ ഡിസ്റ്റൻസും ടൈമും നിങ്ങൾ അളന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സ്പീഡ് മെഷർ ചെയ്യാം. ഓക്കെ, അത് നല്ലൊരു കാര്യമല്ലേ?
പിന്നെ പ്രഷർ അറിയണം നമുക്ക്, പ്രഷർ എത്രയാണെന്ന്. അതിന് നമ്മൾ ഫോഴ്സും ഏരിയയും നിങ്ങൾ അളന്നാൽ നിങ്ങൾക്ക് എന്ത് അളക്കാം? പ്രഷർ അളക്കാം. ഓക്കെ. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ്, അതൊരു ലെങ്ത് ആണ്, നമ്മൾ അതിന്റെ യൂണിറ്റ് മീറ്റർ. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. ഇനി പ്രഷർ, പ്രഷറിന്റെ യൂണിറ്റ് എന്താണ്? ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും കേട്ടോ, ഡോണ്ട് വറി. നമ്പർ ഓഫ് യൂണിറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ലെസർ ദാൻ നമ്പർ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ് എന്നുള്ളത് പ്രധാനമായിട്ടും അതിനകത്ത് നമ്മൾ ലെങ്ത് മീറ്ററിൽ നമ്മൾ പറയും, മാസ് നമ്മൾ കിലോഗ്രാമിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞു, ടൈം സെക്കൻഡിൽ, അതുപോലെ കറന്റ് ആംബിയർ, ടെമ്പറേച്ചർ കെൽവിൻ, അതുപോലെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എത്ര പദാർത്ഥമുണ്ടെന്നുള്ളത് മോളിൽ പറയും, പിന്നെ ലുമിനസ് ഇന്റൻസിറ്റി കാൻഡിൽ. ഇങ്ങനെ 7 ബേസിക് യൂണിറ്റും പിന്നീട് ഡിറൈവ്ഡ് യൂണിറ്റ് ഒക്കെ വരുന്നുണ്ട്, റേഡിയനും സ്റ്റെറേഡിയനും ഒക്കെ. അത്രയും യൂണിറ്റേ ഉള്ളൂ. അത്രയും യൂണിറ്റുകൾ ഉപയോഗിച്ച് നമ്മൾ കുറേ യൂണിറ്റുകൾ പറയും, കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ സ്പീഡിന് ബേസിക് ഒരു യൂണിറ്റ് ഇല്ല, നിലവിലുള്ള ഡിസ്റ്റൻസിന്റെയും ടൈമിന്റെയും യൂണിറ്റ് വെച്ചാണ് സ്പീഡ് പറയുന്നത്, മീറ്റർ പെർ സെക്കൻഡ്. അതുപോലെ പ്രഷറിന് ഫോഴ്സിന്റെ ഏരിയയുടെ യൂണിറ്റ്, ഫോഴ്സ് ന്യൂട്ടൺ, ഏരിയ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കുറേയുണ്ട്, പ്രഷർ, സ്പീഡ്, വെലോസിറ്റി കുറേയുണ്ട്, ബട്ട് യൂണിറ്റ് വളരെ കുറച്ചുള്ളൂ. Number of units is comparatively lesser than number of physical quantities. Clear? Okay. Here the number of unit അതാണ് നമ്മുടെ ഈ പാഠത്തിലെ അടുത്തൊരു ടേം. ഇപ്പോൾ മെഷർമെന്റ് എന്താണ് നമ്മൾ പഠിച്ചു, നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സ്. ഇതിനകത്ത് മെഷർമെന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി, അതിന്റെ ആവശ്യകതയും മനസ്സിലായി. പക്ഷേ യൂണിറ്റ് എന്താണ് സർ? ഒരു ചോദ്യമില്ലേ? നോക്കാം നമുക്ക്. വാട്ട് യു മീൻ ബൈ യൂണിറ്റ്? യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നോക്കിയപ്പോൾ നിങ്ങൾ ഒരു ടേബിൾ ഷീറ്റാണ് ഇത് മെഷർ ചെയ്യാൻ പോകുന്നത്. അപ്പം മെഷർമെന്റ് എന്താണ് നമ്മൾ പറഞ്ഞു? നമുക്കറിയാവുന്ന ഒരു വാല്യൂ വെച്ച് നമുക്കറിയാൻ പാടില്ലാത്തൊരു വാല്യൂവിനെ നമ്മളെന്താണ് അളന്നെടുക്കുന്നത്, അതാണ് നമ്മൾ മെഷർമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മെഷർ ചെയ്യാമെന്ന് വിചാരിക്കുക. സപ്പോസ് ദ ലെങ്ത് ഓഫ് ദ ടേബിൾ ക്ലോത്ത് ഈസ് 4 meters. Then we compare the length of the cloth with a standard quantity called meter. നമ്മൾ ഈ പറയുന്ന ക്ലോത്തിന്റെ ലെങ്തിനെ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയുമായിട്ട് കമ്പയർ ചെയ്തു. ആ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയുടെ പേരാണ് എന്ത്? മീറ്റർ എന്ന് പറയുന്നത്. കിട്ടിയോ? ഓക്കെ. സോ ദ ക്വാണ്ടിറ്റി യൂസ്ഡ് ആസ് എ സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ഈസ് കോൾഡ് ദ യൂണിറ്റ്. എന്താണ് യൂണിറ്റ്? ദ ക്വാണ്ടിറ്റി യൂസ്ഡ് ആസ് എ സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ഈസ് കോൾഡ് ദ യൂണിറ്റ്. അപ്പോൾ ഇവിടത്തെ യൂണിറ്റ് എന്താ? മീറ്റർ ആണ്. ഓക്കെ, ക്ലിയർ? നമ്പർ ഓഫ് യൂണിറ്റ് ഈസ് കമ്പാരിറ്റീവ് ലെസർ ദാൻ നമ്പർ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നമ്മൾ നേരത്തെ പറയാം. അപ്പോൾ യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് യൂണിറ്റുകൾ കുറവാണ്, പക്ഷേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കൂടുതലാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. ദെൻ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് യൂണിറ്റ്സ്? ടൈപ്സ് ഓഫ് യൂണിറ്റ് പറയുന്ന പോലെ നമുക്ക് ടൈപ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പറയാം. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ 2 types. One is base quantities, then second one is derived quantities. What is base quantities? ബേസ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും വേറൊരു ക്വാണ്ടിറ്റീസ് ഉണ്ടാക്കാൻ പറ്റില്ല, അതാണ് ബേസ്, അതാണ് ഡെഫിനിഷൻ, അതാണ് ഫസ്റ്റ് വൺ. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസ് ക്വാണ്ടിറ്റീസിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ തന്നെ പറയാം. ഓക്കെ, തൽക്കാലം ബേസ് ക്വാണ്ടിറ്റീസ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് അത്രയും മനസ്സിലാകും. ഇനി ബേസ് ക്വാണ്ടിറ്റീസിലെ യൂണിറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഉണ്ട് യൂണിറ്റുകൾ. ബേസ് ക്വാണ്ടിറ്റി യൂണിറ്റ്സ് നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്നും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് യൂണിറ്റ്സ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയും. കിട്ടിയോ? Physical quantities are classified into 2, base quantities and derived quantities. The unit of base quantities are known as fundamental units or base units. Derived quantities units നമ്മൾ എന്താ പറയും? derived units. Okay, clear? Fundamental units എന്താണ് നമുക്ക് ആദ്യം നോക്കാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം. ഇപ്പോൾ സ്പീഡിനെ നമുക്ക് റിലേറ്റ് ചെയ്യാം എന്തുമായിട്ട്? ഡിസ്റ്റൻസിനെയും ടൈമുമായിട്ട്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നീളമാണ്, ലെങ്ത് ആൻഡ് ടൈം. അപ്പോൾ ഇവിടെ സ്പീഡ് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്തുമായിട്ട് കണക്ട് ചെയ്തു? ലെങ്ത്തുമായിട്ടും ടൈമുമായിട്ടും കണക്ട് ചെയ്തു. ആ ലെങ്ത്തും ടൈമും ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ്, ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. അതിന്റെ യൂണിറ്റ് അല്ല, ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ എന്തിനേയും നമുക്ക് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിലേക്ക് മാറ്റാനായിട്ട് പറ്റും. Okay, clear? In mechanics, only 3 basic quantities, mass, length, time, needed to be selected. Mechanics പഠിക്കുമ്പോൾ 3 ബേസിക് ക്വാണ്ടിറ്റീസ് നമ്മൾ എടുക്കേണ്ട ആവശ്യമുള്ളൂ: മാസ്, ലെങ്ത്, ടൈം.
the unit selected for these base quantities, അതായത് മാസിനെ നമ്മൾ എന്താ എടുക്കുന്ന കിലോഗ്രാം, ലെങ്തിനെ നമ്മൾ മീറ്റർ, ടൈമിന് സെക്കൻഡ്, are called fundamental units. In other words, the unit selected for mass, length, time are called fundamental units. Is it clear? Please listen carefully. The unit selected for mass, length, time are called fundamental units. Okay, is it clear? Okay. It is independent of each other. അതായത് മാസും ലെങ്ത്തും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല, ലെങ്ത് ടൈം തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല, മാസ് ലെങ്ത്തിന് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. മാസ് സെപ്പറേറ്റ്, ലെങ്ത് സെപ്പറേറ്റ്, ടൈം സെപ്പറേറ്റ്. നേരെ കുറച്ച് സ്പീഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. അത് നമുക്ക് ലെങ്ത് ടൈം തമ്മിൽ എക്സ്പ്രസ് ചെയ്യാം. ലെങ്ത് ഡിവൈഡ് ബൈ ടൈം എന്താണ്, സ്പീഡ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ബട്ട് ലെങ്ത്തിനെയോ ടൈമിനെയോ മാസിനെയോ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അത് ഒറ്റയ്ക്ക് നിൽക്കുന്നു. കണ്ടോ, ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ. Not definable in terms of other quantities. So that's why they are called base or fundamental. Not definable means ഇത് നമുക്ക് മറ്റൊന്നിന്റെ രൂപത്തിൽ എഴുതാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം, ലെങ്ത് ബൈ ടൈം എന്ന് എഴുതാം. പക്ഷേ ലെങ്തിന് എന്ത് എഴുതാൻ പറ്റില്ല, വേറെ രൂപത്തിൽ എഴുതാൻ പറ്റില്ല. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ബേസ് ഓർ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പറയുന്നത്. ഓക്കെ, മാസ് ആണെങ്കിൽ കിലോഗ്രാം, ലെങ്ത് ആണെങ്കിൽ മീറ്റർ, ടൈം ആണെങ്കിൽ എന്താണ് നമ്മൾ പറയുക, സെക്കൻഡ്. ഇസ് ഇറ്റ് ക്ലിയർ? മാസ് ആണെങ്കിൽ കിലോഗ്രാം, ലെങ്ത് ആണെങ്കിൽ മീറ്റർ, ടൈം ആണെങ്കിൽ എന്താണ്, സെക്കൻഡ്. ഓക്കെ, ഡിറൈവ്ഡ് യൂണിറ്റ് എന്താണ് സർ? സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്, ലെങ്ത് ബൈ ടൈം. ഓക്കെ, വെലോസിറ്റി എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ദൂരമാണ്. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ലെങ്ത് ബൈ ടൈം. അഗെയിൻ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്, വെലോസിറ്റി ബൈ ടൈം. ഓക്കെ, അപ്പോൾ വെലോസിറ്റി നമ്മളോട് പഠിച്ചു എന്താണ്, ലെങ്ത് ബൈ ടൈം ആണ്. അപ്പോൾ ലെങ്ത് ബൈ ടൈം അവിടെ മുകളിൽ കൊടുത്താൽ ലെങ്ത് ബൈ ടൈം ഡിവൈഡഡ് ബൈ ടൈം. ടൈം രണ്ട് പ്രാവശ്യം വന്നല്ലേ, ദാറ്റ് ഈസ് ലെങ്ത് ബൈ ടൈം ഇൻറ്റു താഴെ കിടക്കുന്ന ഈ ടൈമിനെ തിരിച്ചിട്ട് ഗുണിക്കുക. അപ്പോൾ 1 ബൈ ടൈം. അപ്പോൾ മുകളിൽ ഗുണിക്കുമ്പോൾ ലെങ്ത് ബൈ ടൈം സ്ക്വയർ വരും. ക്ലിയർ? ഓക്കെ, ഇവിടെ ആക്സിലറേഷൻ ഇസ് ഡിറൈവ്ഡ് യൂണിറ്റ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ലെങ്ത്തിന്റെയും സമയത്തിന്റെയും രൂപത്തിൽ എഴുതാം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ലെങ്ത് ബൈ ടൈം എഴുതാം. സ്പീഡ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ബൈ ടൈം. അപ്പോൾ ലെങ്ത്, ടൈം ഈ പറയുന്ന രണ്ട് ബേസിക് യൂണിറ്റ് വെച്ചിട്ട്, ഫണ്ടമെന്റൽ യൂണിറ്റ് വെച്ചിട്ട് നമ്മൾ ആക്സിലറേഷൻ പറഞ്ഞു, വെലോസിറ്റി പറഞ്ഞു, സ്പീഡ് പറഞ്ഞു. അപ്പോൾ ആക്സിലറേഷൻ, സ്പീഡും വെലോസിറ്റിയൊക്കെ ഡിറൈവ്ഡ് ഫ്രം എവിടെ നിന്ന് വന്നു, ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. സോ ദേ ആർ നോൺ ആസ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. സോ വാട്ട് ഈസ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്? The unit of physical quantities which can be expressed in terms of fundamental units, that is mass, length and time, are called derived units. മാസിന്റെയും ലെങ്തിന്റെയും ടൈമിന്റെയും യൂണിറ്റുകൾ, that is കിലോഗ്രാം, മീറ്റർ ആൻഡ് എന്താണ്, സെക്കൻഡ്, ആ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് എന്ത് പറയാം, ഡിറൈവ്ഡ് യൂണിറ്റ്. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ ഫണ്ടമെന്റൽ യൂണിറ്റ് ഉപയോഗിച്ച് ആണ് നമ്മളത് എഴുതുന്നത്. അതിന് പ്രത്യേകിച്ച് സ്പെസിഫൈഡ് യൂണിറ്റ് ഇല്ല. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, എക്സാമ്പിൾ ഫോഴ്സ് എടുക്കാം. ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ദെൻ ദ യൂണിറ്റ് ഓഫ് മാസ് ഇസ് കിലോഗ്രാം അല്ലേ? സോ മാസ് എഴുതി, ആക്സിലറേഷൻ എന്താണ്, ലെങ്ത് ബൈ ടൈം സ്ക്വയർ. അപ്പോൾ ആക്സിലറേഷന്റെ ലെങ്ത്തിന് മീറ്റർ എഴുതണം, ടൈം സ്ക്വയറിന് നമ്മൾ സെക്കൻഡ് എഴുതണം, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മാസിനെ കിലോഗ്രാം എഴുതണം. അപ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഫോഴ്സിന്റെ യൂണിറ്റ്. എങ്കിലും ഫോഴ്സിന് നമ്മൾ സ്പെസിഫൈഡ് യൂണിറ്റ് ന്യൂട്ടൺ പറയാറുണ്ട്. ഓക്കെ, പക്ഷെ അതുകൊണ്ട് ഫോഴ്സ് എന്താവുന്നില്ല, ഫണ്ടമെന്റൽ യൂണിറ്റ് ആവുന്നില്ല. ഫോഴ്സിനെ നമുക്ക് ഫണ്ടമെന്റൽ യൂണിറ്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഫോഴ്സ് ഇസ് എ ഡിറൈവ്ഡ് യൂണിറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സ്റ്റാൻഡേർഡ് യൂണിറ്റ്. ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ എന്തെല്ലാം പ്രത്യേകതകളാണ്? കൺവീനിയന്റ് സൈസ്, നമുക്കത് എടുക്കാൻ പറ്റണം. ഇപ്പോൾ 1 മീറ്റർ കാണാൻ പറ്റാത്ത അത്രയും ദൂരം എടുത്തിട്ട് കാര്യമില്ല. 1 മീറ്റർ നമുക്ക് കൈകൊണ്ട് കാണാം അല്ലേ? ദെൻ വെൽ ഡിഫൈൻഡ്, കൃത്യമായ ഡെഫിനേഷൻ ഉണ്ടാവണം. ഡെഫിനേഷൻ നമ്മൾ പഠിക്കും പിന്നീട് ഓരോ യൂണിറ്റിൻ്റെയും. ഈസിലി അവൈലബിൾ, ഡ്യൂപ്ലിക്കബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാബിലേക്ക് ഉപയോഗിക്കാൻ പറ്റണം, എല്ലാവർക്കും എല്ലാ രാജ്യത്തും ഉപയോഗിക്കാൻ പറ്റണം. നോട്ട് ചേഞ്ച് വിത്ത് ടൈം ആൻഡ് പ്ലേസ്, സമയം മാറുന്നതനുസരിച്ച്, സ്ഥാനം മാറുന്നതനുസരിച്ചൊക്കെ എന്താണ്, അത് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, നോട്ട് ചേഞ്ച് വിത്ത് ചേഞ്ച് ഇൻ ഫിസിക്കൽ കണ്ടീഷൻസ്, ടെമ്പറേച്ചറോ പ്രഷറോ കൂടി എന്നും പറഞ്ഞിട്ട് യൂണിറ്റിൽ മാറ്റം വരാനായിട്ട് പാടില്ല. യൂണിവേഴ്സലി എഗ്രീഡ് അപ്പോൺ, ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് കമ്പാരബിൾ ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. വിവിധ രാജ്യത്തെ സിസ്റ്റവുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം.
യൂണിറ്റിന്. മനസ്സിലായോ? ഇതൊക്കെയാണ് ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ there are two systems, the metric system and the English system. മെട്രിക് സിസ്റ്റത്തിലാണ് നമ്മളുടെ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അഥവാ SI സിസ്റ്റം വരുന്നത്. നമ്മൾ നോക്കുമ്പോൾ സാർ ഇത് ഇന്റർനാഷണൽ സിസ്റ്റം അല്ല, ഇപ്പോൾ IS എന്നല്ല വരേണ്ടത്. ഇത് ഫ്രഞ്ചിൽ എഴുതുമ്പോൾ ലീ സിസ്റ്റമി ഇന്റർനാഷണലി ഡി യൂണിറ്റ്സ് എന്നോ അതെങ്ങനെ തന്നെയാണെന്ന് അറിയില്ല ഫ്രഞ്ചിൽ പറയുന്നതെങ്കിലും SI ഇവിടെ സിസ്റ്റം ഇന്റർനാഷണലി എന്ന് പറയുന്നത് ഫ്രഞ്ചിൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഫ്രാൻസ് ആണല്ലോ ഫസ്റ്റ് യൂണിറ്റ് മെഷർമെന്റ് ഒക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആ ഫസ്റ്റ് ലെറ്റർ SI അത് നമ്മൾ എടുത്തു. കിട്ടിയോ? ക്ലിയർ? ഇംഗ്ലീഷ് സിസ്റ്റം എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കസ്റ്റമറി സിസ്റ്റം. ഇപ്പോൾ അമേരിക്കയിലാണ് നിങ്ങൾ എഞ്ചിനീയറിംഗിൽ അവിടെ ഒരു യൂണിറ്റ് ഉണ്ട്, USCS ഓർ USA എന്ന് പറയും. അമേരിക്കൻ എഞ്ചിനീയറിംഗ് സിസ്റ്റം AE അത് ഇംഗ്ലീഷ് യൂണിറ്റുകളെയാണ് ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷ് യൂണിറ്റുകൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അപ്പോൾ ലെങ്ത് നമ്മൾ മീറ്ററിൽ പറയുമ്പോൾ ഇംഗ്ലീഷ് യൂണിറ്റിൽ അത് ഫുട്ട് FTയിലാണ് പറയാം, ഇത്ര അടി. ഓക്കെ. പിന്നെ നമ്മുടെ സിസ്റ്റം വരുന്നത് CGS സിസ്റ്റമാണ്, അതായത് സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് സിസ്റ്റം. പിന്നെ വരുന്നത് മെട്രിക് സിസ്റ്റം, അതാണ് MKS സിസ്റ്റം. MKS മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. ഇതാണ് കുറച്ചും കൂടി നമ്മൾ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്. അതൊക്കെ ഈ മെട്രിക് സിസ്റ്റത്തിൽ വരുന്നതാണ്. ഇംഗ്ലീഷ് സിസ്റ്റത്തിൽ പിന്നെയും ഉണ്ട് FPS ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ് സിസ്റ്റം. EES English Engineering System, and the old one is British Imperial System. Actually British Imperial Systemത്തിൽ നിന്നാണ് the United States Customary System ഒക്കെ ഡിറൈവ് ചെയ്തു വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് പഠിക്കാനില്ല, നമ്മളിതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ആൻഡ് we move to the international system of unit, that is SI system. Okay. SI system എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് SI. there are 7 basic units. ഇത് നിങ്ങൾ ആദ്യം പഠിക്കുക എന്നുള്ളതാണ്. ഇത് ആദ്യം കാണാപ്പാഠം പഠിക്കുക. നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെഫിനിഷനും അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. നമുക്ക് നോക്കാം. ബേസ് ക്വാണ്ടിറ്റി ലെങ്ത് എന്ന് പറഞ്ഞാൽ നെയിം മീറ്റർ, സിമ്പിൾ M. മാസ് നെയിം കിലോഗ്രാം, സിമ്പിൾ kg. ടൈം സെക്കൻഡ്, സിമ്പിൾ S. ഇവിടെ നോക്കിയാൽ K ഇവിടെ സ്മോൾ ലെറ്റർ ആണ്, കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ. ഇലക്ട്രിക് കറന്റ് ആംപിയർ, ക്യാപിറ്റൽ A. തെർമോഡൈനാമിക് ടെമ്പറേച്ചർ കെൽവിൻ, ക്യാപിറ്റൽ K. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് സ്മോൾ, MOLE. ഇവിടെ MOL ഉള്ളൂ. ലുമിനസ് ഇന്റൻസിറ്റി കാൻഡില, CD. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് സ്മോൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ലുമിനസ് ഇന്റൻസിറ്റി അതെന്തുവാ? ഓക്കെ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അങ്ങനെയല്ല, അതല്ലേ നല്ലത്. ഓരോന്ന് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. എന്തായാലും ലൈറ്റിൻ്റെ നിങ്ങളുടെ വീട്ടിൽ ഒരു ബൾബ് ഇട്ടാൽ അത് ഇത്ര ദൂരം വരെ ലൈറ്റ് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഇത്ര ദൂരം വരെ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂലേ? അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലാണ്, വോൾട്ടേജ് കുറഞ്ഞാൽ ഇൻറ്റൻസിറ്റി കുറയും. ഏകദേശം അതൊക്കെ തന്നെയാണ് എന്ത് ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൽക്കാലം അത്ര മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ അത് അളക്കുന്ന യൂണിറ്റാണ് CD. ഇതൊക്കെ പിന്നീട് നമ്മൾ ചേർക്കുകയാണ് ചെയ്തത്. ഫസ്റ്റ് നമ്മളുണ്ടായിരുന്ന ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത്, മാസ്, ടൈമാണ്. പിന്നീടാണ് നമ്മൾ ഇലക്ട്രിക് കറന്റും അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസും കെൽവിനും ഒക്കെ ചേർക്കുന്നത്. ഓക്കെ. ഇപ്പോൾ there are 7 ബേസിക് യൂണിറ്റ്. പിന്നീട് വേറെയും യൂണിറ്റുകളുണ്ട്, റേഡിയൻസ്, റേഡിയനൊക്കെ ആയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ വേറെ പറയുന്നുണ്ട്, സപ്ലിമെന്ററി യൂണിറ്റുകൾ. അതിനെക്കുറിച്ച് പിന്നീട് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ഇന്ന് പഠിക്കാം. ഓക്കെ, ക്ലിയർ? സക്സസ് requires first expending 10 units of effort to produce 1 unit of result. നിങ്ങളൊരു 10 യൂണിറ്റ് പ്രവർത്തിക്കുകയാണെങ്കിൽ 1 യൂണിറ്റ് റിസൾട്ട് കിട്ടും. അതാണ് സക്സസ്സിന് വേണ്ടത്. നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ചെലവാക്കണം. ഒരു 10 യൂണിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? എഫോർട്ട് എടുക്കണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ വീഡിയോസൊക്കെ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടോ പ്രിപ്പയർ ചെയ്യണം? അല്ല. ഇതിൻ്റെ മെറ്റീരിയൽ ഇത് ടൈപ്പ് ചെയ്യാനൊക്കെ ഒത്തിരി സമയം എടുക്കും. ദാറ്റ് ഈസ് ആൻ എഫോർട്ട്. ആ 10 യൂണിറ്റ്സ് ഓഫ് എഫോർട്ട് നമ്മൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഉണ്ടാക്കുമ്പോൾ യുവർ മൊമെന്റം വിൽ ദെൻ പ്രൊഡ്യൂസ് 10 യൂണിറ്റ്സ് ഓഫ് റിസൾട്ട് വിത്ത് ഈച്ച് യൂണിറ്റ് ഓഫ് എഫോർട്ട്. ആ ഓരോ വീഡിയോയിൽ നിന്നും എനിക്ക് 10 യൂണിറ്റ്സ് ഓഫ് റിസൾട്ട് കിട്ടും. അതുപോലെ നിങ്ങൾക്ക് കിട്ടും യുവർ മൊമെന്റം. അപ്പോൾ നമ്മളെപ്പോഴും കഷ്ടപ്പെട്ട് പഠിക്കണം. കഷ്ടപ്പെട്ട് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലെടുത്ത് ചുമന്ന് പഠിക്കണമെന്നല്ല ഉദ്ദേശിച്ചത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് സമയമെടുത്ത് അത് മനസ്സിലാക്കി എഴുതിയൊക്കെ പഠിക്കാൻ ശ്രമിക്കണം. സോ ആ എഫോർട്ട് ഒരു യൂണിറ്റിന് വേണ്ടി 10 യൂണിറ്റ് എഫോർട്ട് നിങ്ങൾ എടുക്കുമ്പോൾ
ഓരോ യൂണിറ്റ് നിങ്ങൾക്ക് നാളെ 10 യൂണിറ്റ് റിസൾട്ട് തരും. ഇതാരാ പറഞ്ഞതെന്ന് അറിയണ്ടേ? ചാൾസ് ജെ ഗിവൻസ്. അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് സെല്ലിംഗ് ഓതറാണ് അദ്ദേഹം. അദ്ദേഹത്തിന് 2 ബുക്കാണുള്ളത്, വെൽത്ത് വിത്തൗട്ട് റിസ്ക് ആൻഡ് ഫിനാൻഷ്യൽ സെൽഫ് ഡിഫൻസ്. ഓക്കെ, സോ വിസിറ്റ് പാർട്ട് 2. താങ്ക് യു. Please follow me on Facebook for new updates. www.facebook.com/sunnythomascity. Thank you. Thank you once again. Hello friends, welcome to SAT, Senders Institution Center Madathambadi and Puthambelkara. Please subscribe to our YouTube channel for new updated videos and also visit sendersinstitution.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള +1 ഫിസിക്സ് ചാപ്റ്റർ 2 ഫിസിക്കൽ വേർഡ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന യൂണിറ്റിലെ ചാപ്റ്റർ 2 യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. The topic covered in this lesson are the international system of units, measurement of length, measurement of mass, measurement of time, accuracy, precision of instruments and errors in measurement, significant figures, dimensions of physical quantities, dimensional formula and dimensional equations, dimensional analysis and its applications. Okay, part 1, the international system of units. ഇത് ഞാൻ ആമസോണിൽ നിന്ന്, അതായത് നമ്മുടെ ഇന്റർനെറ്റ് വഴി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഷൂ ആണ്. അപ്പോൾ ഈ ഷൂ ഈ ലാപ്ടോപ്പിൽ കാണുമ്പോൾ വലുതാണ്, പക്ഷെ എൻ്റെ സൈസിന് പറ്റിയത് വേണ്ടേ? അപ്പോൾ സപ്പോസ് യു വാണ്ട് ടു ബൈ എ ഷൂ ത്രൂ ഇന്റർനെറ്റ്. അങ്ങനെ ഇന്റർനെറ്റ് നോക്കിയപ്പോൾ 2249 രൂപയുടെ ഇപ്പോൾ 1079 രൂപ ഉള്ളൂ, ഫ്രീ ഡെലിവറിയാണ്, 2 ലെഫ്റ്റ് ഉള്ളൂ, സ്റ്റോക്ക് വേഗം വാങ്ങിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ സൈസ് നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് 10, 6, 7, 8, 9. ഇത് എന്തായിരിക്കും? 8 ഇഞ്ചാണോ 8 സെൻറ്റിമീറ്റർ ആണോ എന്താണെന്നറിയില്ല. ഇതെനിക്ക് ചേരുമോ? ഞാൻ എങ്ങനെ അറിയും? അതിനിവിടെ സൈസ് ചാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. കിട്ടിയോ? ഇപ്പം നമ്മുടെ പ്രശ്നം എവിടെയാണ്? നമ്മുടെ സൈസ്, ഈ ഷൂവിൻ്റെ സൈസാണ് പ്രശ്നം. നമ്മൾ തൂക്കം നോക്കിയല്ല വാങ്ങിക്കണം, സൈസാണ് നോക്കണം. അപ്പോൾ സൈസ് ചാർട്ടിൽ മെഷറിംഗ് ഗൈഡ് ഉണ്ട്, ഹൗ ടു മെഷർ യുവർ സെൽഫ്. നമ്മൾ അവിടെ ക്ലിക്ക്